ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുജ, ഇത് ഈ ഞെട്ടലുണ്ടാവാൻ പറ്റിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അനുജയോട് പറയാമല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ, ഈ 24 ചാനലിൽ തന്നെ പല പ്രാവശ്യം ചർച്ചകളിലിരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ പല സത്യസന്ധമായ അവസ്ഥകളും തുറന്നു കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾ അതിൽ സംഭവിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടും ഇത് ആർക്കും ഒരു അനക്കമില്ല. സത്യം പറ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അനുജയോ അല്ലെന്നുണ്ടെ 24 ചാനലോ ഏഷ്യാനെറ്റോ മനോരമയോ ഏത് ചാനലോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സിനിമാക്കാരനെ ഈ ചർച്ചയ്ക്ക് ഒന്ന് വിളിച്ചു നോക്കൂ, ആരും വരില്ല. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. വരാത്തതിന്റെ കാരണം എന്താണ്? സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ സിനിമയ്ക്ക്, ഈ ചർച്ചയ്ക്ക് വന്നാൽ ചിലപ്പോ അവരതിൽ പാർശ്വവൽക്കരിക്കപ്പെടും, അവർക്ക് പിന്നീട് സിനിമയുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഈ താരങ്ങളാരും അവർക്ക് ഡേറ്റ് കൊടുക്കില്ല. താനൊരു ശിശുവാണല്ലോ, എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാനൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? ഇതൊക്കെയാണ് സിനിമയിൽ. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ കോക്കസ് ആണ്. ഇപ്പോ ഈ മലയാള സിനിമയിലെ വലിയ കാർന്നോമാരുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാലും. കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപി, നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശുഭദിനായി നടക്കുന്ന സുരേഷ് ഗോപി. അതേപോലെ മമ്മൂട്ടി, മോഹൻലാലും, വളരെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഇത്രയും നാൾ ഈ ലഹരിക്കെതിരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അമ്മേ, നീ ഇതൊക്കെ എങ്ങനെയാടാ മോനെ സഹിക്കണേ? സാരല്ലമ്മേ, എനിക്കിതൊക്കെ ശീലല്ലമ്മേ. മോഹൻലാൽ ആയിരുന്നല്ലോ AMMയുടെ പ്രസിഡന്റ്, എന്താണ് മിണ്ടാത്തത്? ഇപ്പോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായി AMM മാറിയിരിക്കുന്നു. 2-3 പിള്ളേരെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇത് ആരെ പറ്റിക്കാനാണ്, ആരെ കാണിക്കാനാണ്? വിനു മോഹനും അതേപോലെ പിന്നെ അൻസിബയും പിന്നീടുള്ളത് മറ്റേ സരയു മോഹനും. ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം. അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത ഉടനെ എക്സൈസിനോടും പോലീസിനോടും അയാൾ വളരെ തത്ത പറയുന്നത് പോലെ അയാൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. തൂണിലും തുരുമ്പിലും തുരുമ്പ് പിടിച്ചുണ്ടാവും. ഞാൻ പറയുന്നത് ഈ എക്സൈസും പോലീസും ഒക്കെ ഈ പേരുകൾ മറച്ചു വെച്ച് ഇത് ഫയലിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു വിടണമെന്നാണ് പറയുന്നത്. എന്റെ ഓർക്കം പോയി. അയാൾ തുറന്നു പറഞ്ഞു, ഈ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടാൻ വേണ്ടി തുറന്നു പറഞ്ഞു എന്ന് ഞാൻ അന്നത്തെ ദിവസം തന്നെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു മലയാളത്തിലെ ഒരു പ്രമുഖ നടനും അയാളുടെ ഭാര്യയും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ടുബുദ്ധി. പ്രമുഖ നടനും അയാളുടെ ഭാര്യയും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഇത് കോംപ്രമൈസായി. അങ്ങനെ തന്നെ വേണം. ഞാൻ ആകെ കൺഫ്യൂഷൻ. അപ്പോ ഇതിനകത്തെല്ലാം ഇവർക്ക് പല ആളുകൾക്കും പ്രത്യക്ഷമായും അല്ലെങ്കിൽ പരോക്ഷമായും ഇവർക്ക് ഗുണങ്ങളുണ്ട്. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക. മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും.